ഹായ്. ഇന്ന് ഒരു വീഡിയോ തയ്യാറാക്കാനായിട്ട് ഇതൊരു ബുദ്ധിമുട്ടായി. കാരണം നേരം കിട്ടിയില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ തട്ടിക്കൂട്ടി ഞാനൊരു വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നാലും മോൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയാണ് അതിലുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇന്നാകെ നേരം വൈകിയ ദിവസം കേട്ടോ. ഇന്ന് അണ്ടുവിന് ഇപ്പോൾ ഓട്സ് ഉണ്ടാക്കി ഇതിവിടെ ഇങ്ങനെ ചൂടാറാൻ വെച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു. എനിക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓട്സ് ഇളക്കുക. അവന് കഴിക്കേണ്ട സമയമായി. അപ്പോൾ 8 മണിക്ക് എന്നും കഴിക്കും. അപ്പം അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഓട്സ് ഇളക്കുന്നതാണ്. ചൂടാറട്ടെ. ഞാൻ മൂത്രമൊഴിപ്പിക്കണം. എന്താ വെച്ചാൽ അവന് 8 മണിക്ക് എന്നും ഭക്ഷണം കൊടുക്കുന്നത്. എനിക്ക് മോനെ സ്വല്പം വൈകി പോയില്ലേ. എനിക്കിന്ന് മെട്രോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി. എനിക്ക് ഭയങ്കര കഴുത്ത് കഴപ്പും പുറം വേദന, നല്ല പുറം വേദന, കൈ നല്ല വേദന. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ എല്ല് തേയ്മാനാന്ന് പറഞ്ഞപ്പോൾ 2 തരം ഗുളിക എഴുതിയിട്ടുണ്ട് ഡോക്ടർ. പിന്നെ ഞങ്ങൾ അറിയണ ഡോക്ടർ ആയതുകൊണ്ട് മരുന്ന് വളരെ കുറവ് എഴുതിയിട്ടു. ഒരു വേദനയുടെ ഗുളികയും ഒരു പെഗാബാളെന്ന് പറഞ്ഞിട്ട് ഞരമ്പിനെ തളർത്തുന്ന പോലത്തെ ഒരു ഗുളികയാണ് അത്. അതായത് നമുക്ക് ആ കഴപ്പ് മാറാനായിട്ട് അത് 2 എഴുതിയിട്ടുണ്ട്. അതാണ് ഈ ഉറക്കം വരുന്ന ഗുളിക. എനിക്ക് ഉറക്ക കുറവുള്ള ആളുമല്ല. അത് കഴിച്ചാൽ അതിൻ്റെതായ ക്ഷീണം വരും, അല്ലാതെ ഉറക്ക ഗുളികയൊന്നുമല്ല. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മോന് മൂത്രമൊഴിച്ച് അവന് ഭക്ഷണം ഉണ്ടാക്കി. ഞാൻ വന്ന വെച്ചാൽ ഞാൻ ഡ്രസ്സ് പോലും അതായത് കയ്യും കാര്യം കഴിയും. ഹോസ്പിറ്റലിൽ പോയി വന്നല്ലേ. അപ്പോൾ കയ്യും കാര്യം കഴിയുമ്പോൾ ഓട്സ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇന്ന് മെയിൽ കഴുകാൻ വൈകി. മെയിൽ കഴുകണം. അവന് ഭക്ഷണം കൊടുത്തിട്ട് കഴിയുമ്പോൾ സമാധാനമുണ്ടല്ലോ. അവന് വിശക്കാൻ പാടില്ല. അതാണ് ഈ കുർമ്മജകനെ എടുത്തിട്ടാണ് ഇപ്പോൾ എനിക്ക് കയ്യിന് പണി കിട്ടിയെന്ന് ഡോക്ടർ പറയണേ. അവനെ തീരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന് എടുക്കൽ തന്നെ ചെയ്യണം. അവന് കയ്യിനും കാലിനും തീരെ ഒന്നിനും പറ്റില്ല. കിടപ്പൻ്റെ പൊന്നു. അപ്പോൾ ആയി പറയോ. ഹായ്. എല്ലാവർക്കും അവൻ്റെ വക ഹായിട്ടാ. കാണുന്ന ഓരോരുത്തർക്കും. ഞാൻ അവനൊന്നും ഷർട്ട് ഇടിച്ചിട്ടില്ല. പിന്നെ ചൂടല്ലേ, അത് കാരണം ഞാൻ ഷർട്ട് ഇടിക്കാത്ത. കിടക്കുമ്പോൾ AC ഓൺ ചെയ്യുമ്പോൾ മാത്രം ഞാൻ ഷർട്ട് ഇടിക്കുക. പിന്നെ അല്ലെങ്കിൽ നെഞ്ചത്തേക്ക് തണുപ്പൊക്കെ തട്ടില്ലേ. ചക്രമുത്ത് അവന് വയസ്സ് 22 അല്ലേ. 22 വയസ്സായി. എനിക്കിപ്പോഴും 2 വയസ്സായി കുട്ടിയാട്ടാ. നമ്മുടെ ചക്രമുത്താണ്. പക്ഷേ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ഭാരമുണ്ട്. അപ്പോൾ ഈ ഞാൻ എടുത്തിട്ട് എനിക്ക് ഇടത്തെ കൈനാണ് ഫുൾ ബാലൻസ് വരുന്നത്. അപ്പോൾ ഇടത്തെ കൈയും ഇടത്തെ സൈഡ്, അതാണ് ഈ ഇടത്തെ ഭാഗം തേയ്മാനം എന്ന് പറയണത്. എങ്ങനെ പിന്നെ വെയിറ്റ് നമുക്ക് പ്രത്യേകിച്ച് നോക്കാനും പറ്റില്ല. ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ഞാൻ ഇവനെടുത്ത് വെയിറ്റ് നോക്കേണ്ടി വരും. എങ്ങനെ പോലും 10-30 ഉണ്ടാവും എന്നാണ് എൻ്റെ അറിവ്. ഞാനാണെങ്കിൽ ആകെ 42 കിലോനെ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് എൻ്റെ അടുത്ത് തന്നെ അവൻ വരും. എവിടേക്കാന്ന് നോക്കി മുകളിൽ നോക്കി കിടക്കണേ. ഫാനാണോ? പിന്നെ ഇടയ്ക്ക് സ്വപ്നലോകത്തെ ബാലഭാസ്കരനാവൂട്ടാ. സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ തന്നെ ഇവന് ഇവൻ്റെതായ ഒരു ലോകത്തേക്ക് പോവും. തന്നെ വർത്താനം പറയും. ഇല്ലേടാ? ആരോടാ വർത്താനം പറയണേ? ദൈവത്തിനോട് എന്താ പറയാറ്? വെറുതെ ഓരോ കാര്യങ്ങൾ തന്നെ. എന്താ എവിടെയാ? ഇവിടെയാ? നെഞ്ചത്താ? ഞാൻ ചോറിഞ്ഞേരാം. എന്താ പറയാ? ഇതിനും കൂടി ഇവിടെ എനിക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? പക്ഷെ നീ എപ്പോഴും ദേവി ദേവി എന്നാണല്ലോ വിളിക്കുക. ഗുരുവായൂരപ്പൻ്റെ കുട്ടിയാണ്. അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഓട്സ് എന്തായാലും നോക്കട്ടെ. അതിനുള്ള അവനൊന്ന് മൂത്രമൊഴിപ്പിക്കണം. കുട്ടിക്ക് അവൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും. അവൻ്റെ വിശപ്പ് മാറിയാൽ എനിക്ക് സമാധാനമായി. അവന് സമയത്തിന് ഭക്ഷണം കൊടുക്കുക, അവന് സമയത്തിന് കിടത്തി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറേ ആശ്വാസം. നല്ല ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിരിക്കണം. ഞാൻ സൗണ്ട് ഫാനിൻ്റെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും എൻ്റെ സംസാരത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങളുടെ മോണൂത്താവ് അമ്പലത്തിൽ തിരുവാതിരക്കളി കളിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അയ്യപ്പസ്വാമിയുടെയാണ്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതി മോണൂത്താവ്. ഭഗവാന്റെ അതുള്ള രൂപമുള്ളൊരു മൊമെൻ്റോ ആണ്. രണ്ടാൾക്കും കിട്ടി. എനിക്കും ചേച്ചിക്കും കിട്ടി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൊരു വീഡിയോ ചെറുതായിട്ട് ഇത് കാണിക്കാനേ നേരമുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടാലും